ഹായ്, +1 സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് പ്രവേശനം സാധ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളൊന്ന് സൈറ്റ് കയറി നോക്കട്ടോ, ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും. എന്തായാലും നാളെ രാവിലെ 10 മണി മുതൽ, അതായത് ജൂലൈ 26 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന സീറ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആകെ ബാക്കി ഉണ്ടായിരുന്ന സീറ്റ് 33,849 സീറ്റായിരുന്നു. അതിലേക്ക് അപേക്ഷിച്ച ആളുകൾ 12,685 ആളുകളായിരുന്നു. അതിൽ 12,041 ആളുകളുടെ അപേക്ഷകൾ എന്ത് ചെയ്തു, സ്വീകരിക്കുകയും 644 അപേക്ഷകൾ എന്ത് ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടുമില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എന്താടാ, നിങ്ങളുടെ HSCAPന്റെ സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് ലോഗിനിലൂടെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കാം. നിങ്ങൾക്ക് സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അഡ്മിഷൻ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് എന്ത് ചെയ്യും, പ്രിന്റ് അടിച്ച് നൽകും കേട്ടോ. ഈ അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾ എന്ത് ചെയ്യണം, ഫീസ് അടച്ച് സ്ഥിരമായ പ്രവേശനം നേടേണ്ടതാണെന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ 2024 ജൂലൈ 26 രാവിലെ 10 മണി മുതൽ ജൂലൈ 29, അതായത് തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ സമയമുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്തേ പറ്റൂ. നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ജൂലൈ 29 വൈകിട്ട് 4 മണി വരെ, തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നാളെ രാവിലെ 10 മണി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. ഇനി പലർക്കുള്ളൊരു സംശയമാണ് സെക്കൻഡ് ട്രാൻസ്ഫർ എന്നാണെന്ന്. അപ്പോൾ ഈ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞ് 30-ആം തീയതി, അതായത് ജൂലൈ 30-ആം തീയതി ആയിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരിക. അതുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, HSCAPന്റെ സൈറ്റിൽ കയറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. നാളെ രാവിലെ 10 മണി മുതൽ തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസരം പൂർണ്ണമായി നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റിൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് ട്രാൻസ്ഫറും കൂടിയുണ്ട്, അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാതിരിക്കും. ബൈ.